കാലമാകെ പോറ്റിടും അർശിന്റെ നാഥനായിടും മാലിക്കുൽ മുൽക്കായ മുൽക്കേ ശൈഖന മടവൂർ വലി. കേട്ടല്ലോ, ഞാൻ ചെറിയൊരു ഭാഗം കാണിച്ച. പലപ്പോഴും ഇതിന് മറുപടി പറയണമെന്ന് വിചാരിക്കും. ഒരുപാട് ആൾക്കാർ, ഒരുപാട് ആലിമ്യങ്ങൾ മറുപടി കൊടുത്തുകയാണ്. പക്ഷെ എന്നാലും സഹികെട്ട് കൊണ്ട് പറയുകയാണ്, നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിക്കണം. എന്താണ് ഇപ്പോൾ പാടി വെച്ചത്? മുപ്പർ മാലിക്കുൽ മുൽക്ക്, മുൽക്കിന് ഏറ്റവും അതിനേക്കാളും മേലെയുള്ള മുൽക്കേ മടവൂരരെ, അള്ളാഹുവിൻ്റെ അഹബാബികളായ ഉലിയാക്കന്മാരെ നമ്മൾ സ്നേഹിക്കുന്നവരാണ്. അതിന് തെറ്റൊന്നുമില്ല. അതൊക്കെ സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസമാണ്, ആധാരമാണ്, ഒക്കെ തന്നെയാണ്. പക്ഷേ ഈ ചങ്ങായി വല്ല ഭാഗ്യവാനാണ്. എന്താ അറിയോ? അപ്പോൾ എങ്ങാനും ആ മഹാനവറുകൾ മടവൂർ ഇപ്പോൾ അയാത്തിലുണ്ടെങ്കിൽ ആദ്യം ഇവൻ്റെ ചള്ളകുരി ഉയരുമ അദ്ദേഹം ഒന്ന് കൊടുക്കുകയായിരുന്നു. കാരണം അത്രയും ഗൗരവമുള്ള വളരെ ഡേഞ്ചറായ വാക്കുകളാണ്. മാലിക്കുൽ മുൽക്ക് അല്ലേ, മാലിക് യൗമിദ്ദീൻ എന്ന് നമ്മൾ പറയുന്ന പോലെ ഉടമസ്ഥ നാളിൻ്റെ, പ്രതിഫല നാളിൻ്റെ യജമാനനായ നമ്മൾ പഠിക്കുന്നുണ്ട്. മാലിക്കുൽ മുൽക്ക് എന്നുള്ളൊരു വാക്ക് സത്യത്തിൽ നമ്മുടെ ഒരാൾക്ക് മാത്രം അധികാരപ്പെട്ട പടച്ച റബ്ബിൻ്റെ ഒരു വസ്ഫാണത്, ഒരു പ്രത്യേകതയാണ്. അപ്പം അതിനേക്കാളൊക്കെ മേലെ എന്ന് വെച്ചാൽ പടച്ചോനേക്കാളും മേലെയാണോ ഇയാൾ കൊണ്ടുവെക്കുന്നത്? സത്യം പറഞ്ഞാൽ മഹാനവർ പോലും പൊരുത്തപ്പെടാത്ത വാക്കുകൾ, വളരെ ഡേഞ്ചറായ, വളരെ നമ്മുടെ വിശ്വാസം പോലും ഇല്ലാതെയായി പോകുന്ന, ഇതിനു മുമ്പ് ഒരുപാട് വാക്കുകൾ ഈ ചങ്ങായി ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ചങ്ങായി ഇത് മുലാറാണോ അല്ലെങ്കിൽ എനിക്ക് ഒന്നും അറിയില്ല. ഏതായാലും മടവൂരിനെ കണ്ടവർ പോലും പറയാത്ത വിഷയങ്ങളാണ് ഈ ചങ്ങായി പറയുന്നത്. ചങ്ങായിക്ക് ഇപ്പോൾ നമ്മളെ വയസ്സ് പോലും ഉണ്ടാവില്ല. പിന്നെ ആടുന്ന് ഇവിടുന്ന് കേട്ടിട്ട് ഇങ്ങനെ സ്വന്തം ഒരു സ്വന്തം ഒരു ചിന്തയിൽ, അല്ലെങ്കിൽ സ്വന്തം ഒരു എന്താ പറയുക, ഒരു ചിന്താഗതിയിൽ, തോന്നലിലൂടെയാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. ആ ഒരു മഹാനരെക്കുറിച്ച് ഇല്ലാത്തത് പലതും ഉണ്ടാക്കി പാടാണ്. പലയാളും തിരുത്തി, എന്നിട്ടും ഇയാൾ തിരുത്താൻ തയ്യാറില്ല. ഇതിനു മുമ്പ് 313 ബദരീങ്ങൾക്ക് ഞാൻ ഒറ്റക്ക് മതി എന്നുള്ളൊരു വിഷയമായിട്ട് ഒരുപാട് പൊല്ലാപ്പുണ്ടാക്കിയതാണ്. ആ 313 ബദരീങ്ങളിൽ ഏറ്റവും മേലെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഈ ചങ്ങായി പാടുന്നത് മുഴുവനും വളരെ അബദ്ധജടിലമായ വാക്കുകളാണ്. ഉപയോഗിക്കുന്ന വാക്കുകൾ മുഴുവനും തനി എന്താ പറയുക, കുഫ്രിയത്തിൻ്റെ വാക്കായി പോകും അല്ലേ? ഇത്തരക്കാരോട് എന്ത് പറയാൻ? പറഞ്ഞു കൊടുത്താൽ പിന്നെയും വാശിക്ക് പിന്നെയും ഇതിങ്ങനെ ആവർത്തിക്കുക. അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ, സ്വബോധം കൊടുക്കട്ടെ എന്ന് മാത്രം പറയാം. ഇൻഷാ അല്ലാഹ്.